ഗായ്സ്, അപ്പൊ ഇന്നത്തെ പരിപാടി ഒരു കല്യാണമാണ്. എല്ലായിടത്തും നേരത്തെ എത്തുന്ന ആളുകളായതുകൊണ്ടും പള്ളിയിൽ ഞങ്ങൾ ലേറ്റായി എത്തിയത് കൊണ്ടും ഞങ്ങൾ നേരെ പോയത് ഓഡിറ്റോറിയത്തിലേക്കാണ്. നമ്മളവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചെക്കനും പെണ്ണൊക്കെ എത്തിയിട്ടുണ്ട്. അവരങ്ങനെ സ്റ്റേജിലേക്ക് അവരെ ഒരു വലിയ വെൽക്കമിങ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ സ്റ്റേജിൽ കയറി പ്രേയേഴ്സ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ് പരിപാടിയൊക്കെ ഉഷാറായി. അങ്ങനെ ഫുഡൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഗ്യാപ്പിൽ പോയി ഫുഡൊക്കെ കഴിച്ചു. ആയിട്ട് കാണാതിരിക്കുന്ന ആളുകളോടൊക്കെ പപ്പയും അമ്മയൊക്കെ കുറെ വർത്താനൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ മിയക്കുട്ടി കുറെ നാൾ മിസ്സിംഗ് ആയിരുന്നു. അങ്ങനെ മിയനോട് കുറെ വർത്താനൊക്കെ പറഞ്ഞ് അച്ഛന്റെ കുറെ ഫാമിലി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്ത് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറെ നേരത്തെ അമ്മയുണ്ട് പറയുന്നത് ബീച്ചിൽ പോകണമെന്ന്. നല്ല വെയിലായിരിക്കും, ഇപ്പൊ പോകണ്ടെന്ന് പറഞ്ഞെങ്കിലും പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് സാധിച്ചു കൊടുക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് വിട്ടു. ബീച്ചിലെത്തി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴത്തേക്ക് ആളെ മൈൻഡ് മൊത്തം മാറിയിട്ടുണ്ട്. നമുക്ക് വേഗം വിടാം, നല്ല പൊരിഞ്ഞ വെയിലാണെന്നാണ് ആള് പറയുന്നത്. അങ്ങനെ ഒന്നും നോക്കിയില്ല, നമ്മൾ തിരിച്ച് വണ്ടി വിട്ടിട്ടുണ്ട്. അങ്ങനെ ബീച്ചിൽ നിന്ന് ഇറങ്ങി നേരെ വിട്ടത് നമ്മുടെ കോളേജിൽ പഠിക്കുമ്പോഴുള്ള സ്ഥിര സ്പോട്ടിലേക്കാണ്. സ്റ്റിൽ ചുങ്കത്തുള്ള നമ്മുടെ സ്വന്തം ഷേക്ക് കട. ഇവിടെ അഫോർഡബിൾ പ്രൈസിന് നമുക്ക് ഓറിയോ ഷേക്കും ഷാർജ ഷേക്കും ഒരു ഷാർജ ഷേക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ബീച്ചിൽ നിന്ന് വന്നപ്പോ ആ വെയിലെത്തുന്ന ആ ഷേക്ക് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. ഒരു തണുപ്പ് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോയ ഒരു ഫീലാണ് കിട്ടിയത്. വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് വണ്ടി ഇരിച്ചിട്ടുണ്ട്. പോകുന്ന വഴിക്ക് അത്യാവശ്യം മഴ ഉണ്ടായിരുന്നു. പേരാമ്പ്ര എത്തിയപ്പോഴത്തേക്ക് ഏകദേശം മഴയൊക്കെ നിന്ന് ബൈപ്പാസിലെത്തി ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഒരു സ്പോട്ടിൽ കയറിയിട്ടുണ്ട്. പേരാമ്പ്ര ബൈപ്പാസിൽ പുതിയതായിട്ട് വന്ന ഒരു ടീ സ്പോട്ടാണ് ഇവിടെ കയറുന്നത്. കൊള്ളാം, നൈസ് ചായയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായ എല്ലാം കുടിച്ച് കുറച്ചു നേരം പിന്നെയും കുറച്ചു നേരം കുറെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്രേ ഉള്ളൂ, ബാക്കി പിന്നെ ഓക്കേ.